This video is not only about studying. Quick dopamines ഒക്കെ ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇമ്പോർട്ടന്റ് ടാസ്കുകളൊക്കെ വേറെ സൈഡിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം. അത് കാണുമ്പോൾ റിഗ്രറ്റ് വേറെ. ഇതൊക്കെ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. എനിക്ക് എന്തെങ്കിലും ആവണം, എനിക്ക് എന്തെങ്കിലും പഠിക്കണം, ഫുൾ ലെവൻ. ആൻഡ് അതുപോലെ തന്നെ പ്ലസ് 2 ആയിരുന്നു A+. It's like a down. Like how did I change that? ഭയങ്കര എളുപ്പമാണ്. Because I know ഇത് ബോറിംഗ് ഇന്ന് ഞാനതൊരു ഫൺ രീതിക്ക് എങ്ങനെ മാറ്റിയെടുത്തുള്ള റിഗ്രറ്റ് പാർട്ട് അതൊക്കെ സൈഡിൽ ഒതുക്കി വെച്ചാണ് ആക്ഷൻ പ്ലാൻ. ഡോപമിൻ ഡിറ്റോക്സ് ബാക്ക് ടു മെഡിസേ. ഇറ്റ്സ് എ സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക്. ഇൻട്രസ്റ്റ് ഉള്ളിൽ വേണം വേറെ കാര്യം. ഞാൻ എല്ലാവരോടും എല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒരു ലേസി പേഴ്സൺ ആയിട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ലേസി. ഫോണിലാണ്ട് എന്റെ ബ്രെയിൻ ജീവിക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്യാൻ ജസ്റ്റ് അൺഫോളോ them. ഞാനൊരു ഹെൽപ്ഫുൾ ആയിട്ട് ആളായിട്ട് തോന്നിക്കുന്നില്ല. യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല ഞാൻ പറയുന്നത്. ജോണിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോഗ്രസ് ഓഫ് മേക്കിംഗ് യുവർ ലൈഫ് റൈറ്റ്. ഓക്കെ സോ ലിറ്റിൽ വീക്ലി അപ്ഡേറ്റ് ഓഫ് 75 days off. Then the reason that it's kind of like boring. Like it's always about studying. 75 days off ന് വേണ്ടി എക്സ്ട്രാ എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതെന്റെ റൂട്ടീനാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ആയിട്ട്. ഹായ്, വെൽക്കം ടു ഗ്രോ ഗേൾ. നിങ്ങൾക്ക് ബോർ അടിച്ചിട്ട് പഠിക്കാൻ പറ്റണല്ലേ? അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാലത്തൊട്ട് വൈകുന്നേരം വരെ. സ്ക്രോളിംഗ് അഡിക്റ്റഡ് ആണോ? ഡു യു ഫീൽ സൂപ്പർ ലേസി? ഡോണ്ട് വറി, I got you. And don't think this is all about studying. This video is not only about studying. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ടാസ്കുകൾ ഇപ്പൊ സ്റ്റഡി ആണെങ്കിലും വർക്ക് ആണെങ്കിലും എങ്ങനെ അതൊക്കെ കറക്റ്റിന് സിസ്റ്റമാറ്റിക്കലി ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണിത്. സോ പാർട്ട് 1 is why do we feel lazy and distracted? നമ്മുടെ ബ്രെയിന് ക്വിക്ക് ഡോപ്പമിൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ സ്ക്രോളിംഗ്, ബിഞ്ച് വാച്ചിങ് നെറ്റ്ഫ്ലിക്സ് ആൻഡ് സം യൂസ്ലെസ് നോട്ടിഫിക്കേഷൻ ആൻഡ് ഓൾസോ ജങ്ക് ഫുഡ്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലെ ഒരു ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യണ ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടം. The more we chase this quick fun things, the harder it feels to complete the task obviously. Like പഠിക്കാനിരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര വട്ടം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ടൈം ടേബിളും ടു ഡു ലിസ്റ്റും ഒക്കെ എഴുതി പോകുമ്പോഴും നമ്മൾ എത്ര വട്ടം ഇതൊക്കെ നോക്കാണ്ടിരുന്നിട്ട് ഈ ഫോണും എടുത്തിട്ട് റീലും ക്രാപ്പി വീഡിയോസും യൂസ്ലെസ് വീഡിയോസും ബുൾഷിറ്റ് വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ സമയം കളഞ്ഞിട്ടുണ്ട്. ഓൾസോ നമ്മുടെ ഇമ്പോർട്ടന്റ് ടാസ്കുകളൊക്കെ വേറെ സൈഡിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം. അത് കാണുമ്പോൾ റിഗ്രറ്റ് വേറെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കണ്ടോ? എനിക്ക് അടിച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചേഞ്ച് ചെയ്തത്. സോ എന്റെ ഒരു LKG തൊട്ട് ഒരു 9th എന്ന് പറയുന്നതൊക്കെ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എന്റെ അമ്മ അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ ചെറുതിലെ അടിച്ച് പഠിപ്പിക്കായിരുന്നു. ആൻഡ് ഇത് എനിക്ക് ബെനിഫിറ്റും ആയിട്ടുണ്ട്. ലൈക്ക് എന്നെ ചെറുതിലെ തൊട്ട് 4 മണിക്കൊക്കെ എനിപ്പിച്ച് പഠിപ്പിക്കായിരുന്നു. എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ഒന്നല്ലായിരുന്നു. ആഫ്റ്റർ 9 ലൈക്ക് എനിക്ക് എന്തെങ്കിലും ഒക്കെ ആവണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ തോന്നിയത് ആഫ്റ്റർ 9th ആണ്. അപ്പൊ സോ 10th എത്തിയപ്പോ ഐ ലിറ്ററലി ഡൺ സെൽഫ് സ്റ്റഡി കൊണ്ട് ഞാൻ CBSE ആയിരുന്നു. ഐ ഗോട്ട് ഫുൾ A1 ആൻഡ് അതുപോലെ തന്നെ പ്ലസ് 2 A+ തന്നെയായിരുന്നു. ബട്ട് അതിന് ശേഷമാണ് ഞാൻ എന്റെ ഉള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങിയതും. ആഫ്റ്റർ പ്ലസ് 2 ഇറ്റ് വാസ് ലൈക്ക് എ ഡൗൺ. ലൈക്ക് പിന്നെ ഞാൻ അധികം അങ്ങനെ വലിയ രീതിക്ക് ആ പ്ലസ് 2ലും 10th കാണിച്ച ഒരു സ്പിരിറ്റൊന്നും, പഠിക്കണ സ്പിരിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു സ്പിരിറ്റൊന്നും എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു 2 കൊല്ലം ആയിട്ടുള്ളൂ പിന്നെ ഉണ്ടാവുന്നത്. ഹൗ ഡിഡ് ഐ ചേഞ്ച് ദാറ്റ്? ബട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റ്, ഒരു ഗുഡ് സ്റ്റുഡന്റ് ആവാനൊക്കെ എനിക്ക് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബിക്കോസ് ഐ നോ ദ ട്രിക്സ്. ഓൾറെഡി ഞാൻ എന്റെ 10th പ്ലസ് 2 ഇത് ക്രാക്ക് ചെയ്ത കാരണം എനിക്കറിയാം ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെ കാര്യങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്ന് എനിക്കറിയാം. ബട്ട് ബിക്കോസ് ഓഫ് മൈ ബാഡ് ഹാബിറ്റ്സ് ആൻഡ് മൈ ബാഡ് റൂട്ടീൻ ഞാനിതൊന്നും മൈൻഡ് ആക്കാറില്ല. ബിക്കോസ് ഓഫ് മൈ ബാഡ് മെന്റൽ ഹെൽത്ത്, അതും നല്ലൊരു ഫാക്ടർ ആയിരുന്നു എന്റെ ഒരു ഡൗൺഫാളിന്. ബട്ട് നൗ ഐ എം കൈൻഡ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് അപ്പ്. ബോറിംഗ് ഒക്കെ ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, വർക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്യുക, സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ബോറിംഗ് കാര്യങ്ങളാണ്. ഇത് ബോറിംഗിന്ന് ഞാനതൊരു ഫൺ രീതിക്ക് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളൊരു വീഡിയോ, ഒരു ചെറിയൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് തരുന്ന ഒരു വീഡിയോ ആണ് ഇത്. സോ ഡു വാച്ച് ഇറ്റ്. ഐ നോ നിങ്ങളുടെ പ്രോകാസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് റിഗ്രറ്റ് അപ്പാർട്ട്, അതൊക്കെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താണ് ആക്ഷൻ പ്ലാൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മാറ്റാനായിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ കറന്റ്ലി ഫോർ എക്സാമ്പിൾ ഞാൻ ജർമ്മൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഐ വാണ്ട് ടു പർസ്യൂ മൈ എഡ്യൂക്കേഷൻ ഇൻ ജർമ്മൻ ആൻഡ് ഓൾസോ ഐ വാണ്ട് ടു വർക്ക് ഇൻ ജർമ്മൻ അറ്റ് ദ സെയിം ടൈം. സോ ജർമ്മൻ പഠിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി ബോറിംഗ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി ഹെക്ടിക്. ബിക്കോസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോ ഓട്ടോമാറ്റിക്കലി സാധനം വരും. ഓക്കെ, ബട്ട് ജർമ്മൻ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ്, യു നോ. ഈസി ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സെന്റൻസ് സ്ട്രക്ചറും ഈ ഗ്രാമറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഇത് കൈൻഡ് ഓഫ് ഹാർഡാണ്. ബിക്കോസ് ഈ ലാസ്റ്റ് അത് വരണം ഇത് വരണം, അതങ്ങനെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ. സോ ഇപ്പൊ ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര പാടാണ്, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ലേൺ ജർമ്മൻ ആൻഡ് ഐ കാന്റ് സ്പീക്ക് ജർമ്മൻ, റൈറ്റ്? ഈ ജർമ്മൻ പഠിക്കാന്ന് പറയുന്നത് എന്താ പറയാ, ഇതൊരു ലൈക്ക് ലാംഗ്വേജ് ഇസ് ഓൾസോ സ്കിൽ. ഓക്കെ, ജർമ്മനിക്ക് പോണെങ്കിൽ ജർമ്മൻ എന്തായാലും പഠിക്കണം. സോ ഐ ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ബട്ട്
ഇറ്റ്സ് എ ലാംഗ്വേജ് റൈറ്റ്. അപ്പൊ ഞാൻ അതിനെ ഒരു ടാസ്ക് ആയിട്ടൊക്കെ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും പഠിക്കലുണ്ടാവില്ല, ഒരിക്കലും പറയലുണ്ടാവും. സോ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ എന്റെ ഓരോ ടാസ്ക് ലൈക്ക് വർക്ക്ഔട്ട് ആയാലും ഇപ്പൊ ചെയ്യണ ലാംഗ്വേജ് ലേണിംഗ് ആയാലും അല്ലെങ്കിൽ മുമ്പൊക്കെ പഠിക്കാനായാലും ഇപ്പൊ ഞാൻ എന്റെ കോളേജ് ലൈഫിൽ എന്റെ 3rd ഇയർ വരെ ഒന്നും മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ല. 4th ഇയർ ആയപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചത്. വാട്ട് ഐ ഡിഡ് വാസ് ഐ ജസ്റ്റ് ട്രീറ്റഡ് ദീസ് തിങ്സ് ആസ് എ ഗെയിം, ലൈക്ക് ഫൺ ആക്കി, ക്യൂരിയസ് ആക്കി, ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു തിങ് ആക്കി മാറ്റി. ലൈക്ക് നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ആക്കി എന്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ മാറ്റി. So this video is inspired by a book called Dopamine Detox by Tipu Temurese. ഇതൊരു നല്ല ഒരു ക്യൂട്ട് ലൈക്ക് സിമ്പിൾ ബുക്കാണ്, ലൈക്ക് ഇച്ചിരി ഉള്ളു പേജസ്. ആൻഡ് ഓൾസോ ഇതൊരു ഷോർട്ട് ഗൈഡ് ടു റിമൂവ് ഡിസ്ട്രാക്ഷൻ ആൻഡ് ടു ഗെറ്റ് യുവർ തിങ്സ് ഡൺ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ടു റീഡ് ദിസ്. ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. ഞാൻ ഇത് ആമസോണിലാണ് മേടിച്ചത്. ഓൾസോ ഈ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് മീഷോയിലും അവൈലബിൾ ആണ്. ഓക്കെ, മീഷോയിലൊക്കെ എന്താ പറയാ ഒരു 200 റുപ്പീസിനൊക്കെ എത്ര കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് മീഷോയിൽ, ഞാൻ കണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് വേ ടു ബൈ. ഓക്കെ, ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ജോലിയില്ല, അപ്പൊ എന്താ പറയാ ജോലി ഇല്ലെങ്കിൽ നമുക്ക് കാശ് ഉണ്ടാവില്ല. സോ നമുക്ക് പാരന്റ്സിന്റെ മണി സേവ് ചെയ്യണമെങ്കിൽ ഈ മീഷോ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബുക്കൊക്കെ മേടിക്കാൻ പറ്റും. ആൻഡ് ദിസ് ബുക്ക് ഈസ് എ സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ മിക്കതും സെൽഫ് ഡെവലപ്മെന്റ് ബുക്കാണ് വായിക്കാറ്. ഞാനിപ്പോ ഒരു ജർമ്മന്റെ ബുക്ക് മേടിച്ചിട്ടുണ്ട്, അത് സെൽഫ് ഡെവലപ്മെന്റ് അല്ല, സ്റ്റോറീസ്. ബിക്കോസ് ജർമ്മൻ സെൽഫ് ഡെവലപ്മെന്റ് ഒക്കെ വായിച്ച ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, റൈറ്റ്? സോ യാ. പിന്നെ ഈ ബുക്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ആക്ഷൻ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള. ഇപ്പൊ നിങ്ങൾ അഡിക്റ്റഡ് ആണ് ഫോണിൽ നിന്ന് വെച്ചാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ സ്റ്റെപ്സും പ്ലാനറും കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു യു. ഞാൻ അത്രയ്ക്ക് സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് അല്ല, ലൈക്ക് ഐ കൈൻഡ് ഓഫ് ഹാവ് എ ടൈം ഫോർ ദാറ്റ്. അപ്പൊ ഞാൻ മുമ്പ് നല്ല അഡിക്റ്റഡ് ആയിരുന്നു, ഇപ്പൊ ഞാൻ ഒട്ടും അഡിക്റ്റഡ് അല്ല. ഞാൻ എന്റെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഞാൻ റീൽസ് ഒന്നും കണ്ട് സമയം കളയാറില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ എന്ന് പറയുന്നത് എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ മിക്കതും എനിക്കിപ്പോ റീൽസ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ മിക്കതും എന്റെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്, അപ്പൊ ആ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ കൂടുതൽ റീൽസ് കാണുക. അപ്പൊ അതിലാണെങ്കിൽ എല്ലാതും ഈ പഠിക്കണ സംഭവം റിലേറ്റഡ് തന്നെയാണ്. ലൈക്ക് ജർമ്മൻ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെൽഫ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ബുക്സിന്റെ വല്ല കോഴ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ എന്റെ ആ അക്കൗണ്ടിൽ. സോ യാ, ഹൗ ഡിഡ് ഐ അച്ചീവ് ദിസ്? ഇതൊക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഹാവ് ദിസ് ഗുഡ് ഹാബിറ്റ്സ്. ലൈക്ക് നമ്മൾ ഫോണൊക്കെ മാറ്റി വയ്ക്കാനോ അത് സെൽഫ് കൺട്രോൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളിൽ നിന്ന് വേണം, അത് വേറെ കാര്യം. ബട്ട് അത് കൂടാണ്ട് തന്നെ നമുക്ക് ഫിസിക്കലി ഒരു എന്താ പറയാ വിൽ പവറും നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം. അല്ലാണ്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ലോകത്ത് എല്ലാവർക്കും നന്നാവണം അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല റൂട്ടീൻ വേണം എന്നൊക്കെ ആഗ്രഹമുള്ള എല്ലാവരും ഉണ്ടാവും. ബട്ട് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. So be that person who you can do that. Okay, part 2, how to start dopamine detox. Okay, listen to this. ഞാൻ എല്ലാവരോടും എല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറയാനില്ല. ഡോപ്പമിൻ ഡിറ്റോക്സ് ബുക്കിൽ നമ്മൾ ഈ പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, ഈ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കുന്നതൊന്നും ലേസി ആയിട്ടല്ല എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇറ്റ്സ് ബിക്കോസ് അവർ ബ്രെയിൻ ഈസ് യൂസ്ഡ് ഇൻ ടു ദിസ് ഫൺ ആൻഡ് ഈസി തിങ്സ്. നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഓവർ യൂസ്ഡ് ആയി ഈ ഫണ്ണും ഈസി തിങ്സിലൊക്കെ കിട്ടണേൽ ഭയങ്കര ഓവർ യൂസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോകാസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഒരു ലേസി പേഴ്സൺ ആയിട്ടല്ല എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ലേസി, ഇറ്റ്സ് യുവർ ബ്രെയിൻ. ഓക്കെ, സോ വാട്ട് വി ക്യാൻ ഡു നൗ ഈസ് നമുക്ക് നമ്മുടെ ബ്രെയിനെ ആദ്യം പുതിയ സ്ലോലി ആയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തന്നെ നാളെ നിങ്ങൾ എണീക്കുമ്പോൾ ഫസ്റ്റ് 30 മിനിറ്റ്സ്, ഓക്കെ, 1 hour ഒന്നും ഞാൻ പറയാനില്ല, ഫസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾ നോ ഫോൺ മോഡിലായിരിക്കും. ലൈക്ക് ഫോണേ തൊടാൻ പാടില്ല. ഫോണൊക്കെ അവിടെ ഏതെങ്കിലും റൂമിൽ കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടേബിളൊക്കെ കൊണ്ട് വെക്കുക. ഫോണേ എടുക്കാൻ പാടില്ല. അപ്പൊ ആ 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 20 മിനിറ്റ്സ് ഉണ്ട്, ആ 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാം. 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ജേർണലോ വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾക്ക് ഒരു ഫ്രഷ് എന്താ പറയാ ലെമൺ ഉപ്പൊക്കെ ഇട്ട വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നിങ്ങളുടെ ബോഡി. സോ ഇത് ഒരു മോർണിംഗ് റൂട്ടീൻ 30 മിനിറ്റ്സ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഫോൺ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ ബ്രെയിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇത് ഒരു തരത്തിൽ നമ്മുടെ ജിം ട്രെയിനിങ് പോലെ തന്നെയാണ്, മസിൽസിനെ ട്രെയിൻ ചെയ്യണ പോലെയാണ്. നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഗെയിം പോലെ അത് കാണും. ഓക്കെ, ഒരു ദിവസം എടുക്കുക, ഒരു ദിവസത്തിൽ ഏതെങ്കിലും 1 മണിക്കൂർ എടുക്കുക. ആ 1 മണിക്കൂർ ഫോണോ ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ലൈക്ക് വെറുതെ ഇരിക്കുക, ഒന്നും ഇല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം.
അല്ലെങ്കിൽ എന്താ പറയാ ബുക്സ് വായിക്കാം. ആ 1 hour നിങ്ങൾക്ക് ബുക്സ് വായിക്കാനോ അല്ലെങ്കിൽ 1 hour കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ലൈക്ക് പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പൊ മിക്കവരും നമ്മൾ പഠിക്കുന്നത് ഫോൺ നോക്കിയിട്ടും ലാപ്പ് നോക്കിയിട്ടായിരിക്കും. തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് കുറച്ചുകൂടി മെറ്റീരിയൽസ് ഈസി ആയിട്ട് കിട്ടുന്നതൊക്കെ ഈ ടെക്നോളജി വഴിക്കായിരിക്കും. സോ നിങ്ങൾ ഓൾറെഡി എഴുതിയിരുന്ന നോട്ട്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഈ 1 hour നോക്കുക. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഫോണെ തൊടരുത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡെയിലി നമ്മൾ 1 hour ഫോൺ തൊടാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്താ പറയാ ഒരു എക്സസൈസ് ആണത്. ലൈക്ക് എനിക്ക് ഫോണില്ലാണ്ട് എന്റെ ബ്രെയിന് ജീവിക്കാൻ പറ്റുന്നു, എന്റെ ബ്രെയിന് ഒരു മസിൽ ഒരു എക്സസൈസ് കൊടുക്കുന്നതാണ് ഇത്. ഓക്കെ, സോ ആ 1 hour നിങ്ങൾക്ക് നോ ജങ്ക്, നോ സോഷ്യൽ മീഡിയ, നത്തിങ്. ലൈക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കാനോ അല്ലെങ്കിൽ വാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ കുട്ടി കുട്ടി സ്റ്റെപ്സ് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനെ പതുക്കെ റീസെറ്റ് ചെയ്ത് ഹെൽത്തി ബ്രെയിൻ മോഡിക്കാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഈവിൽ മോഡാണ്, ഈവിൽ ആൻഡ് അൺഹെൽത്തി മോഡാണ്. സോ ആ മോഡിനെ നമുക്കൊരു ഹെൽത്തി മോഡാക്കി മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെയിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെറ്റ് ആവും. യെസ് ഗൈസ്, സെറ്റ് ആവും. സോ പാർട്ട് 3 ഈസ് ഹൗ ടു ട്രിക്ക് യുവർ ബ്രെയിൻ ടു ഹാവ് ഫൺ വിത്ത് യുവർ ഇമ്പോർട്ടന്റ് ടാസ്ക്. സോ ഈ പാർട്ടിൽ ഞാൻ കുറച്ച് ടെക്നിക്സും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഓരൽസ് നിങ്ങൾ കേൾക്കാത്ത ടെക്നിക്സ് ഒക്കെ ഉണ്ടാവും. സോ ആ ടെക്നിക്സ് ഒക്കെ ഞാൻ ഒരു എന്താ പറയാ ക്രാക്ക് ചെയ്യണ ഒരു പാർട്ടാണിത്. സോ ലിസൺ കെയർഫുള്ളി ആൻഡ് ഓൾസോ ടേക്ക് നോട്ട്സ് ഇഫ് യു വാണ്ട്. ലൈക്ക് ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചേക്ക് ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നാലോ. സോ ഹാവ് എ നോട്ട്, ലൈക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. സോ എഴുതി വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും എടുത്തു നോക്കുമ്പോൾ ഓർക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. സോ ഫസ്റ്റ് വൺ ഇസ് സെറ്റപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് ഒന്ന് മാറ്റി നോക്കാം, നിങ്ങളുടെ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് മാറ്റി നോക്കാം. ലൈക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറയാ നിങ്ങളുടെ റൂമിൽ ഒരു ക്വൈറ്റ് സ്പേസിലൊക്കെ പോയി പഠിക്കാൻ നോക്കാം. നിങ്ങളുടെ ഡെസ്ക് ഒക്കെ ഒന്ന് കോസി ആക്കാം ഇഫ് യു വോണ്ട്. ഓക്കെ, ഇത് ഒരു നിർബന്ധമായിട്ട് ചെയ്യണ കാര്യമായിട്ടൊന്നും ഞാൻ പറയണില്ല. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ റൊമാൻറ്റസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡെസ്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേഷനറീസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ആ സെറ്റപ്പിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് തോന്നിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗെയിമറാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇപ്പൊ ഒരു ഫോണിൽ ഗെയിം കളിക്കണേക്കാട്ടും നല്ലത് ഒരു സെറ്റപ്പ് ഒക്കെ, ഒരു കമ്പ്യൂട്ടറും അതിന്റെ ഉള്ള സെറ്റപ്പ്, ഗെയിമിംഗ് സെറ്റപ്പ്, ആ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു വൈബ് ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് വി വിൽ ഫീൽ സ്പെഷ്യൽ, റൈറ്റ്? അപ്പൊ അതുപോലെയാണ്. സോ നമുക്കത് ഉപയോഗിക്കാനും അതിൽ വിൻ ചെയ്യാനും അതിൽ നിന്ന് പഠിക്കാനും ഒക്കെ നമുക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ സെറ്റപ്പ് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ പറയണേ. സോ ബിക്കോസ് ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റ് വരുത്താനായിട്ട് നമുക്ക് പറ്റും. സെക്കൻഡ് വൺ ഇസ് ടൈമർ ഗെയിം. ഞാൻ പഠിക്കണതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ് ഈ ടൈമർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ടൈമർ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാം. ലൈക്ക് ഇതൊരു ആമസോണിലോ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആണ്. ലൈക്ക് ഇറ്റ്സ് വെരി ക്യൂട്ട് ആൻഡ് ഓൾസോ ഇത് 200 രൂപയൊക്കെ ഉള്ളൂ ടൈമറിന്. സോ ഞാനിത് മീഷോന്നാണ് മേടിച്ചത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മീഷോയിൽ എല്ലാം ചീപ്പാണ്. സോ ഇഫ് യു ഹാവ് ലൈക്ക് ലോ ബഡ്ജറ്റ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, അല്ല ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് ആരായാലും നമുക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചീപ്പായിട്ട് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് കൺസിഡർ ബൈങ് ഫ്രം മീഷോ. ദാറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ബൈ. സംഭവം മീഷോയിൽ ലോ ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും ബട്ട് ഈ ടൈമർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 6 മാസമൊക്കെ ആയി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ലൈക്ക് ജസ്റ്റ് ബാറ്ററി ഒന്ന് മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കേടാവണ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ ടൈമർ ഒക്കെ മേടിക്കുക. അല്ലെങ്കിൽ എന്താ പറയാ ഫോണിൽ നമുക്ക് ടൈമർ ഉണ്ട്, ബട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. ലൈക്ക് അതില് ഇൻസ്റ്റ ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, അപ്പൊ അതിൽ മൊത്തം ഡിസ്ട്രാക്ഷൻസ് ആണ്. സോ ഇതുപോലത്തെ ഒരു ചെറിയ ടൈമർ ഒക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആവാം. നമുക്ക് ആ വൈബ് കിട്ടും, ലൈക്ക് പഠിക്കാനുള്ള വൈബ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു വൈബ് കിട്ടും. സോ ഈ ടൈമർ ഗെയിമിൽ ഞാൻ യൂസ് ചെയ്യണ മെത്തേഡാണ് പൊമോഡോറോ ടെക്നിക്. പൊമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത് ഒരു 25 മിനിറ്റ് റെസ്റ്റ് അങ്ങനത്തെ ഒരു ടെക്നിക്കാണ്. ലൈക്ക് 25 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ്ലി പഠിക്കാം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ലൈക്ക് നടക്കോ മ്യൂസിക് കേൾക്കലോ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പവർ നാപ്പ് എടുക്കുക. 5 മിനിറ്റ്സ് ഉണ്ട്, 5 മിനിറ്റ്സിനെക്കാട്ടും കൂടാൻ പാടുള്ളൂ. 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. സോ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗെയിം ഒരു 25 മിനിറ്റ്സിന്റെ 4 സെഷൻസ് അങ്ങോട്ട് വെക്കാം. അപ്പൊ നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ
ഡിഫറെന്റ്. ഇപ്പൊ ഒരു 25 മിനിറ്റിൽ ഒരു സബ്ജക്ട് എടുത്ത് അതിന്റെ ഒരു ചെറിയ ടോപ്പിക് എടുത്ത് പഠിക്കുക, അടുത്ത 25 മിനിറ്റ്സ് അടുത്ത സബ്ജക്ട് എടുക്കുക. അപ്പൊ എന്റെ ഒരു കേസിൽ എന്ന് വെച്ചാൽ എനിക്ക് ജർമ്മനാണ് പഠിക്കാനുള്ളത്. സോ ജർമ്മൻ ഞാൻ ഗ്രാമർ എടുക്കും ഒരു 25 മിനിറ്റ്സ്, അടുത്ത 25 മിനിറ്റ്സ് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കും, അല്ലെങ്കിൽ അടുത്ത 25 മിനിറ്റ്സ് ഞാൻ എന്താ പറയാ വോക്കാബ്സ് ഒക്കെ റിവൈസ് ചെയ്യും. സോ അതുപോലെ ഒരു ഗെയിം ആക്കി തീർക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫൺ തിങ് ടു ഡു. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നിക്കും വിത്തൗട്ട് ബോറിംഗ്. ഇപ്പൊ നിങ്ങളുടെ ഒരു 25 മിനിറ്റ്സിന്റെ 4 സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ഒരു ലോങ് ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത 25 മിനിറ്റ്സിന്റെ സെഷനിലേക്ക് പോവാം. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഫൺ, റൈറ്റ്? ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു പ്രൊഡക്റ്റീവ് രീതിയും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ബേൺ ഔട്ടും ചെയ്യില്ല. സോ you should consider doing this, okay? It's not consider, okay? You should do this. ഈ ടെക്നിക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യണ ടെക്നിക്സ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഫോർ മീ. അതുകൊണ്ടാണ് ഞാൻ കുറെ നേരം ഇപ്പോ എന്താ പറയാ, ഞാൻ മുമ്പൊക്കെ പൊമഡോറോ ടെക്നിക്സ് വെച്ചാണ് പഠിക്കുക. ഇപ്പൊ എനിക്ക് കണ്ടിന്യൂസ്ലി ഒരു 4 hours സ്ട്രേറ്റ് അല്ലെങ്കിൽ 1 hour സ്ട്രേറ്റ് 2 hours സ്ട്രേറ്റ് ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റും. ബിക്കോസ് ഈ ചെറിയ ചെറിയ പൊമഡോറോ മെത്തേഡ്സ് എനിക്ക് ഇത് എന്റെ ബ്രെയിനെ ട്രെയിൻ ചെയ്തു. ലൈക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ ലൈക്ക് അതുപോലെ എനിക്ക് ബോറടിക്കാണ്ട് പഠിക്കാൻ ഈ 4 hours സ്ട്രേറ്റ് ഒക്കെ എനിക്ക് ബോറടിക്കാണ്ട് ഇപ്പൊ പഠിക്കാൻ പറ്റുന്നത് ഈ ചെറിയ ചെറിയ മെത്തേഡ്സിനാണ്. തേർഡ് വൺ ഇസ് ചങ്കിങ്. Instead of thinking about learning the whole subject, just divide into chunks or divide into small parts. For example, നിങ്ങൾക്ക് മാത്സ് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു +2 കുട്ടിയാണ്, സയൻസ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മാത്സ് പഠിക്കണം. അതില് നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേഷന്റെ റൂൾസ് ആൻഡ് ടെക്നിക്സ് പഠിക്കണം. അപ്പൊ ആ ഒരു പോർഷൻ ഇന്റഗ്രേഷൻ, ഓക്കെ, ആ ഇന്റഗ്രേഷന്റെ പോർഷനിൽ തന്നെ കുറെ സബ് ടോപ്പിക്സ് ഉണ്ടാവും. കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉണ്ടാവും, സം ആൻഡ് ഡിഫറൻസ് റൂൾ ഉണ്ടാവും, സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ പാർട്സ് ഉണ്ടാവും. ലൈക്ക് അതുപോലത്തെ കുറെ മെത്തേഡ്സ് ഉണ്ട് ഇന്റഗ്രേഷനിൽ. സോ ആ സബ് ടോപ്പിക്സിലെ ഫസ്റ്റ് ടോപ്പിക് കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ, അത് മാത്രം എടുക്കുക. അതൊരു ബുക്കിൽ ഇങ്ങനെ ഹെഡ്ലൈൻ പോലെ വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക. എന്നിട്ട് അത് മാത്രം ആ 25 മിനിറ്റ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതില് നിങ്ങൾ ഓൾറെഡി കറക്റ്റ് ആയി, ലൈക്ക് യു ഗൈസ് ഓൾറെഡി പെർഫെക്റ്റഡ് ഇൻ ദാറ്റ്. അപ്പോ അതുപോലെ ഒരു 25 മിനിറ്റ്സ് ഓരോ ചെറിയ ചെറിയ സബ് ടോപ്പിക്സിന് വേണ്ടി കൊടുക്കുക. അപ്പൊ ആ വഴിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓരോ 25 മിനിറ്റ്സിന്റെ ഇത്ര 7 സബ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഓരോ 25 മിനിറ്റ്സിന്റെ സെഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 25 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് മാത്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷനും അതിന്റെ ഡിഫറെന്റ് പ്രോബ്ലംസ് ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ 25 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു പവർ ഉണ്ടോ അത്രത്തോളം ഇരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം. അതും ഒരു പൊമഡോറോ മെത്തഡ് തന്നെയാണ്. ഇപ്പൊ 50 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റോ 20 മിനിറ്റ്സ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഫോർത്ത് ടെക്നിക് ഇസ് ഫെയ്മാൻ ടെക്നിക്. വെൽ, പേര് കേട്ടിട്ട് പേടിക്കേണ്ട. ബിക്കോസ് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് ലൈക്ക് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് വേറെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെയാണ് കൂടുതൽ പഠിക്കാൻ പറ്റാവുന്നത്. സോ ആ ടെക്നിക്ക് തന്നെയാണ്. അതിന്റെ കുറച്ച് മോഡിഫിക്കേഷൻ വേർഷൻ കൂടി ഉണ്ട് ഇതിൽ. സ്റ്റെപ്പ് 1 is choose the topic you want to learn. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ടോപ്പിക്സ്, ഇഷ്ടപ്പെട്ടാന്നല്ല, ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, അത് നമ്മൾ നല്ലോണം മാസ്റ്റർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു ടോപ്പിക് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ജാവ പഠിക്കണം. ജാവ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ ജാവയിൽ എനിക്ക് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് എനിക്ക് പഠിക്കണം. സോ ഐ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. അപ്പോൾ ആ ടോപ്പിക് ഞാൻ എടുത്തു. സോ അത് ഞാൻ പഠിക്കാനായിട്ട് പോവാം. അത് ഞാൻ പൊമഡോറോ വെച്ചിട്ട് പഠിക്കും. സ്റ്റെപ്പ് 2, ടീച്ച് ഇറ്റ് ടു എ 10-year-old. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ജാവയിൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ പഠിച്ചു. പക്ഷെ ലൂപ്പൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി. പക്ഷെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ലൂപ്പ് എന്ന് പറയുന്ന സംഭവം ഇത് എനിക്കൊരു 10 വയസ്സുകാരനോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ പഠിച്ചത് വലിയ വലിയ ഇംഗ്ലീഷിലും കാര്യങ്ങളിലും ഒക്കെ. പക്ഷെ 10 വയസ്സുകാരന് മനസ്സിലാക്കാവുന്ന രീതിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. സോ ആ രീതിക്ക് നമ്മൾ നമ്മുടെ പഠിച്ച ആ കോംപ്ലെക്സ് വേർഡ്സും കാര്യങ്ങളൊക്കെ ഈസി ആൻഡ് സിമ്പിൾ ആക്കിയിട്ട് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കാം. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് നമുക്ക് അത് ബ്രെയിനിൽ എപ്പോഴും ഫീഡ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ്. ലൈക്ക് മേക്ക് ഇറ്റ് ഈസി. ലൈക്ക് ജസ്റ്റ് തിങ്ക് ദാറ്റ് യു ആർ ടീച്ചിങ് ടു എ 10-year-old ആൻഡ് മേക്ക് ഇറ്റ് as simple as that. For example, you guys are asking me what is loop. So I'm telling like a loop is something that initializes a control variable. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വന്നിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും എന്താ. So you guys will ask what is control variable, right? Because you don't know. അപ്പൊ 10-year-old കാരണം അത് ഒട്ടും അറിയില്ല, എന്താണ് ഈ സംഭവം എന്ന് പോലും അറിയില്ല. അപ്പൊ ആ കുട്ടീന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഈ കാര്യം പറയാം. സോ ഇൻസ്റ്റെഡ് ജസ്റ്റ് ടെൽ ലൈക്ക് a for loop is something that helps you to repeat something again and again, and you can tell it where to start, where to stop, and how to move.
ആ കുട്ടിക്ക് മനസ്സിലാവും ലൈക്ക് ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ ഒരു കാര്യമാണ്. അതിന് നമുക്ക് എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എവിടേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, എവിടെ മൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളൊരു സംഭവം ആ കുട്ടിക്ക് അത് മനസ്സിലാവും. സ്റ്റെപ്പ് 3 ഈസ് ഫൈൻഡ് ഗ്യാപ്പ് ആൻഡ് ജസ്റ്റ് ഗോ ബാക്ക് ടു സ്റ്റഡി. ഇപ്പൊ നിങ്ങൾക്ക് ഈ സംഭവം ഒരു ടോപ്പിക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ വരാണെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് റെഫർ ചെയ്യുക, പഠിക്കുക വീണ്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ഫെയ്മാൻ ടെക്നിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കത് പഠിക്കാൻ പറ്റും, ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റും. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ എനിക്ക് ഗ്യാപ്പ് ഉണ്ട്, എവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വരണേന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സോ ആ കൺഫ്യൂഷൻ നമ്മൾ പോയിട്ട് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അത് ക്ലിയർ ആക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രാക്ടിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഫിസിക്കലി കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ പഠിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് അതെപ്പോഴും നമുക്ക് റിമെമ്പർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് 5 is make it fun and gamify. ഇതിലൊന്നുമില്ല, give yourself challenges and rewards. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫെയ്മാൻ ടെക്നിക്സും ഈ പൊമഡോറോ ടെക്നിക്സും ഒക്കെ വെച്ച് പഠിച്ച ഓരോ കാര്യങ്ങള് നിങ്ങൾ ഒരു ചാലഞ്ച് രീതിക്ക് എടുക്കാം. ലൈക്ക് നിങ്ങൾ അതിനൊരു ടെസ്റ്റ് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലും കാര്യങ്ങളിലും അവൈലബിൾ ആണ്. ബട്ട് ഇന്ന ടോപ്പിക്കിന് കുറെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് എന്താ പറയാ കുറച്ച് പാടായിരിക്കും, റൈറ്റ്? ബട്ട് ഈ കാലത്ത് AI ഇസ് ദർ, റൈറ്റ്? അപ്പൊ നമുക്ക് ChatGPT ഉണ്ട്, DeepSeek ഉണ്ട്. അതിന്റെ ആ ടോപ്പിക് അങ്ങോട്ട് കൊടുക്കുക. ആ ടോപ്പിക് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യുക. ലൈക്ക് ഐ വോണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രം ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ChatGPT ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഞാനത് ചെയ്യുന്നതാണ്. ഇപ്പൊ ജോമലിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഐ ജസ്റ്റ് ഗിവ് മീ എ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രം ദ ടോപ്പിക് ഓഫ് കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ യെസ് ഐ വിൽ ഗെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ അത് ഓരോന്നായിട്ട് സോൾവ് ചെയ്യും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടേക്കാണ് കൺഫ്യൂഷൻ വരുന്നതെന്ന്. അൺലൈക്ക് വാട്ട് ഐ ലേൺ ഇൻ മൈ ഏർലിയർ ഡേയ്സ്, ഈ കാലത്ത് ChatGPT AI ഒക്കെ ഉള്ള കാരണം ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ചാലഞ്ചസ്. സോ യൂസ് ഇറ്റ്. ഓക്കെ, ഈ AI ChatGPT ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റീവ് രീതിക്ക് യൂസ് ചെയ്യാനായിട്ട് പഠിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാനൊക്കെ +2 പഠിക്കുമ്പോൾ ലൈക്ക് ഐ മീൻ ഇറ്റ് വാസ് ബിഫോർ കൊറോണ, റൈറ്റ്? അപ്പൊ ആ സമയത്ത് യൂട്യൂബ് പോലും അത്രയും ഐ മീൻ ഫോണൊന്നും അത്രയും ഇതല്ല. കൊറോണയ്ക്ക് ശേഷമാണ് ഇതൊക്കെ കുറച്ച് വൈഡ്ലി സ്പ്രെഡ് ആയത്. അപ്പൊ ആ സമയത്ത് ഞാൻ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാണ് പഠിക്കുക. ബട്ട് അന്ന് പഠിച്ചവർക്കും അന്ന് പഠിച്ചിട്ടും നല്ല മാർക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ബട്ട് വീഡിയോ കണ്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് എവറിത്തിങ് ഇസ് സ്പൂൺ ഫീഡിങ്, റൈറ്റ്? വീഡിയോയിലെല്ലാം തവരുണ്ട് ഇൻഫോർമേഷൻസ്, നമുക്ക് കഷ്ടപ്പെട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ആൾസോ ChatGPT-നോട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പോയിന്റ്സ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് തരും. അപ്പോ use it. Okay, it's a blessing to you guys, also me. Like now I'm also learning from that, so it's a blessing for everyone. But എൻ്റെ ഒരു ഏർലി ഡേയ്സിൽ ഇതില്ലാത്ത എൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഈ ChatGPT ഒക്കെ വെച്ചിട്ടുള്ള ചാലഞ്ചസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കാം. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു സീരീസിന്റെ എപ്പിസോഡ് കാണാം, or else നിങ്ങൾക്ക് എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കാം. നിങ്ങൾ തന്നെ റിവാർഡ് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ മാത്രമല്ല, നമ്മൾ തന്നെ ചാലഞ്ച് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റിവാർഡ് നമുക്ക് കിട്ടുമ്പോൾ വി വിൽ ഫീൽ ലൈക്ക് സ്പെഷ്യൽ. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പിന്നെ എക്സാം എടുക്കാനും നമുക്ക് റിവാർഡ് കിട്ടാനും നല്ലോണം പഠിക്കാനായിട്ട് നമ്മൾ നമ്മുടെ തന്നെ പാരന്റ് ആവാൻ നോക്കാം, നമ്മൾ നമ്മുടെ തന്നെ ടീച്ചർ ആവാൻ നോക്കാം, നമ്മൾ തന്നെ ഗൈഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റിവാർഡ്സ്, ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് അച്ഛനമ്മ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നമുക്ക് മേടിച്ച് തരായിരിക്കും, മേ ബി, റൈറ്റ്? അപ്പൊ ലൈക്ക് ദേ ഗിഫ്റ്റ് us, റൈറ്റ്? അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒരു ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾ it's kind of self-love, guys. It's a art of self-love. Step 6 is less consumption and more production. നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആൻഡ് നിങ്ങളുടെ ട്രാക്കിൽ തന്നെ ഇരിക്കാനായിട്ട് ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് ഈ ലെസ് കൺസപ്ഷൻ ആൻഡ് മോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് അതേഴ്സ് കണ്ടന്റ്, ലൈക്ക് അതേഴ്സ് കണ്ടന്റിൽ കുറെ കൺസപ്ഷൻ ടൈം എടുക്കാണ്ട് ജസ്റ്റ് പ്രൊഡ്യൂസ് യുവർ ഓൺ കണ്ടന്റ്. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു കുട്ടിയാണെങ്കിൽ സ്റ്റഡി വിത്ത് മീ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റഡി ടിപ്സോ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാം. നിങ്ങളുടേതായ ഒരു മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവില്ല, ഈസി മെത്തേഡ്സ്, അത് മറ്റവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വേണ്ട, ബട്ട് വേറെ പ്ലാറ്റ്ഫോംസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ട് റീൽസ് ആയിട്ടൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ലൈക്ക് സ്റ്റഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ആ പ്രൊഡക്ഷനിലൂടെ തന്നെ നിങ്ങൾക്ക് കുറെ സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റും. ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ, അതൊരു സ്കില്ലാണ്. കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ സ്പീക്ക് ചെയ്യാം, അതൊരു സ്കില്ലാണ്. ഓൾസോ നിങ്ങൾക്ക് സെയിം ടൈം നിങ്ങളുടെ
ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ ഓരോ വിഷ്വൽസ് ഒക്കെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് മൂമെന്റ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ, ലൈക്ക് യു ഗൈസ് ഹാവ് ഡൺ ദിസ് ആൻഡ് ഓൾ. സോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാർംഫുൾ പ്ലാറ്റ്ഫോം എന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ പറ്റും. ഈ സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കോൺഫിഡൻസോ അല്ലെങ്കിൽ വിഷ്വലി മാത്രമല്ല, you will get money from that. Okay, I'm getting money from YouTube because I just started a YouTube channel, right? അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മോട്ടിവേറ്റ് ചെയ്യണം ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ഓൺ. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ്സ് കാണാനും ഉള്ള ടൈം നമുക്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഡു പ്രൊഡ്യൂസ് യുവർ things, okay, and be active on what you guys are doing. അത് റീൽസ് ആക്കിയിട്ടോ സ്റ്റോറീസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വീഡിയോസോ ഷോർട്സോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്റിംഗ് സ്കിൽസ് കൂട്ടാൻ പറ്റും, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും, നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിലുള്ള ഷൈനസ് കുറയ്ക്കാൻ പറ്റും, ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് മണി. സോ ഇത്രമാത്രം സ്കിൽസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. സോ കൺസിഡർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ കൺസ്യൂം ലെസ് ആൻഡ് പ്രൊഡ്യൂസ് മോർ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറയുന്നത് ഒരു ബിഗ് യൂട്യൂബ് കൺസ്യൂമർ ആയിരുന്നു. ലൈക്ക് ഞാൻ ഫുൾ ടൈം എൻ്റെ എല്ലാതും ലൈക്ക് ഫുൾ ടൈം യൂട്യൂബിലായിരുന്നു. ബട്ട് ഇറ്റ് കൈൻഡ് ഓഫ് സ്റ്റോപ്പ്. ഞാൻ ഒരു ആൾക്കാരുടെ കണ്ടന്റ്സ് ഒക്കെ കാണൽ കുറച്ചു. ലൈക്ക് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ കണ്ടന്റ്സ് മാത്രമാണ് ഞാൻ കാണാറ്. അപ്പോ അല്ലെങ്കിൽ ഞാൻ കൂടുതലും ജർമ്മൻ കണ്ടന്റ്സ് ആണ് കാണാറ്, ബിക്കോസ് ഐ ആം ഇൻ ടു ദിസ് ജർമ്മൻ ലാംഗ്വേജ്. അപ്പൊ എനിക്ക് എക്സ്പോഷർ ജർമ്മന്റെ വേണം, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ ജർമ്മൻ കണ്ടന്റ്സ് ആണ് കാണാറ്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കാർട്ടൂൺസ് കാണും. ഇറ്റ്സ് കാർട്ടൂൺസ് ഇസ് മൈ എന്താ പറയാ, എൻ്റെ ഒരു മീ ടൈം ആണ് കാർട്ടൂൺസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിഞ്ച ഹത്തോടി, ഡോറേമോൻ, ഐ ഡോണ്ട് നോ വൈ. സോ യാ, കാർട്ടൂൺസ് ഞാൻ കാണാറുണ്ട് ബിക്കോസ് ഇറ്റ് മേക്സ് മീ ഹാപ്പി. അപ്പൊ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അല്ലാണ്ട് അതും ഞാൻ ഫുഡ് കഴിക്കണ സമയത്തോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കാണാറുള്ളൂ, അല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോ ഒന്നും കാണാറില്ല. സോ പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചാനൽ. അത് തന്നെ ലൈക്ക് ബിക്കോസ് ഓഫ് എക്സാംസ് ആൻഡ് ഓൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് hectic, right? അപ്പൊ എനിക്ക് അതിന് തന്നെ ടൈം കിട്ടാറില്ല. സോ വാച്ചിങ് അതേഴ്സ് കണ്ടന്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു വാച്ച്. ഓക്കെ, സോ അതുപോലെ ആവാ നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക നിങ്ങളുടെ ഓരോ സ്റ്റഫ്സ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പെയിന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊഡ്യൂസ് യുവർ ഓൺ തിങ്സ്. ഓക്കെ, see, it doesn't mean that you have to stop watching my videos because you are producing. Just don't forget me, okay? Watch my videos. ഞാൻ വെറുതെ പറഞ്ഞതാ. ലൈക്ക് യു ഷുഡ് വാച്ച് വീഡിയോസ്. നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡു വാച്ച് ദാറ്റ്. ഓക്കെ, അല്ലാണ്ട് യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടന്റ്സ്, ലൈക്ക് യൂസ്ലെസ് ആയിട്ടുള്ള റീൽസിൽ എന്താന്നൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പൊ ആ വക കണ്ടന്റ്സ് ഒക്കെ കാണാണ്ട് മേക്ക് ഇറ്റ് യൂസ്ഫുൾ. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഈ യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോളോ ചെയ്യാണ്ട് ജസ്റ്റ് അൺഫോളോ ദം. ഞാനൊരു ഹെൽപ്ഫുൾ ആയിട്ട് ആളായിട്ട് തോന്നിക്കണില്ല. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്നൊന്നും കിട്ടണില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് അൺഫോളോ മീ ഓർ യു ക്യാൻ അൺസബ്സ്ക്രൈബ് മീ. ഇറ്റ്സ് അക്കോർഡിംഗ് ടു യു. ലൈക്ക് ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക ആൾക്കാരെ. നിങ്ങൾക്ക് നല്ല നല്ല ആൾക്കാരെ, അതിപ്പോ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമല്ല ഞാൻ പറയണത്, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല യൂസ്ലെസ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ദം ഓഫ്. ബിക്കോസ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സെൽഫ് ലവ് ജേർണിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ കട്ട് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കും. ഐ ഡു റെസ്പെക്ട് ദാറ്റ്, ബട്ട് സംടൈംസ് വി ജസ്റ്റ് ഗ്രോ അപ്പാർട്ട് ഫ്രം ദം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ വി ഡോണ്ട് ഹാവ് ടു ലൈക്ക് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഓക്കെ, എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പം മിണ്ടുള്ള കാര്യങ്ങൾ. ഡോണ്ട് റിഗ്രറ്റ് ദാറ്റ്. ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റിന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. ഇറ്റ്സ് നോട്ട് meant that you are selfish. നിങ്ങൾ സെൽഫിഷ് ആയിട്ടല്ല, but you are just in a progress of making your life right. Okay, so a little week 3 update of 75 days soft. Week 2 was all about like depressed. Even though ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും it's kind of like I was kind of feeling like numb. Okay, week 3 എന്ന് പറയുന്നത് it was all about packing to home. ഞാൻ അവിടുത്തെ PG ഒക്കെ നിർത്തി, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. And also I am preparing for my exam. So German exam ഉണ്ട്. And I'm like most of the days under week 3 അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എൻ്റെ most of the days എന്ന് പറയുന്നത് it's all about studying. Okay, it's all about studying. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. എനിക്ക് ചില മെയിൽസും മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. സോ അവർക്കൊക്കെ മെയിൽ അയക്കുക, കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എൻ്റെ
ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഐ ഹാവ് അതർ തിങ്സ് ടു സ്റ്റഡി ടു. സോ അതും എക്സാമിനുള്ള പ്രിപ്പറേഷൻസും പിന്നെ എൻ്റെ കോളേജ് ഓഫർ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈമാണ് ഇപ്പോൾ. സോ I'm kind of like busy with these things, and also I'm eating food very well. ഞാൻ എൻ്റെ ഡെയിലി പോസ്റ്റും അപ്ഡേറ്റ്സും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാണാൻ പറ്റും. സോ വീക്ക് 3 ആയിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ബോറിംഗ്. ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് സ്റ്റഡിങ്, സിറ്റിംഗ് ഇൻ റൂം. ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. ഐ ആം കൈൻഡ് ഓഫ് ലോക്ക്ഡ് ഇൻസൈഡ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്ത വീക്ക് 3-ന്. ബട്ട് ഐ ആം ഇൻ മൈ 75 days soft. ആൻഡ് 75 days soft എന്ന് പറയുന്നത് എൻ്റെ ഒരു ലൈഫാണ്. ലൈക്ക് എനിക്ക് 75 days സോഫ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അത് എൻ്റെ റൂട്ടീനാണ്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ 75 days soft challenge so that you guys can have a good routine. So you can join with me because that's my routine, right? അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ 75 days soft തുടങ്ങിയത്. സോ വീക്ക് 3 ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓൾ അബൌട്ട് സ്റ്റഡിങ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. സോ if something good happens in week 4, I will post a video about that, or else നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് I will do a video. So I hope you guys enjoy my video, and also don't forget to like, share and subscribe to my channel. ഈ next video കാണാം. Bye.